ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്, ഇവാപ്പറേറ്റഡ് മിൽക്ക്, മിൽക്ക് പൗഡർ, അതുപോലെ തന്നെ ഫുഡ്സ് ഫോർ ഇൻഫൻറ്റ് ന്യൂട്രീഷൻ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ്, വാട്ട് ഈസ് കണ്ടൻസ്ഡ് മിൽക്ക് ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ്സ്? എന്താണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്? മിൽക്ക് വിത്ത് ആഡഡ് ഷുഗർ ആൻഡ് റിഡ്യൂസ്ഡ് വാട്ടർ കണ്ടൻറ്റ്, അതാണല്ലേ കറക്റ്റ് വരുന്നത്. അല്ല, ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ്, പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ, അല്ലേ, അതാണ് എന്താണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഓപ്ഷൻ എ, വാട്ട് ഡിസ്റ്റിങ്ക്വിഷസ് എവാപ്പറേറ്റഡ് മിൽക്ക് ഫ്രം കണ്ടൻസ്ഡ് മിൽക്ക്? ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? ഒന്നിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്നിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അല്ലേ. ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് വരുന്നുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് മിൽക്ക് പൗഡർ അക്കോർഡിംഗ് ടു FSSAI? മിൽക്ക് പൗഡർ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് മിൽക്ക് ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനെസ്, മിൽക്ക് വിത്ത് ഷുഗർ ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനെസ്, പൗഡേർഡ് മിൽക്ക് വിത്ത് ആഡഡ് സ്റ്റെബിലൈസേഴ്സ്, ഫോർട്ടിഫൈഡ് മിൽക്ക് ഇൻ പൗഡേർഡ് ഫോം. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരുന്നുള്ളത് കേട്ടോ, ഓപ്ഷൻ ബി അല്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക. ലിക്വിഡ് മിൽക്ക് ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനെസ്. ഓക്കെ, മിൽക്ക് വിത്ത് ഷുഗർ ഏതായിരുന്നു? ഡയറി വൈറ്റ്നർ ആയിരുന്നു, അല്ലേ. അപ്പോൾ ലിക്വിഡ് മിൽക്ക് ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനെസ് ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. വിച്ച് കാറ്റഗറി ഡസ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫാൾ അണ്ടർ? ഏത് കാറ്റഗറിനകത്താണ് നമ്മുടെ ഇൻഫൻറ്റ് മിൽക്കിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുള്ളത്? കണ്ടൻസ്ഡ് മിൽക്കാണോ, ഫുഡ്സ് ഫോർ ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ ആണോ, ഇവാപ്പറേറ്റഡ് മിൽക്കാണോ, മിൽക്ക് പൗഡർ ആണോ? അപ്പോൾ ഏതാണ്? ഫുഡ്സ് ഫോർ ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ ആണ്. ഹൗ ഈസ് കണ്ടൻസ്ഡ് മിൽക്ക് ക്ലാസിഫൈഡ് അണ്ടർ FSSAI? കണ്ടൻസ്ഡ് മിൽക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്വീറ്റൻഡ് ആൻഡ് അൺസ്വീറ്റൻഡ് ആണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് സ്വീറ്റൻഡ് ആൻഡ് അൺസ്വീറ്റൻഡ് ക്ലാസിഫിക്കേഷനിലാണ് ഇതിനകത്ത് വരുന്നുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ഇതിനകത്ത് ഏതാണ്? FSSAIൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നുള്ളത്. ഏതാണ് ഞാൻ പറഞ്ഞത്? സ്വീറ്റൻഡ് ആൻഡ് അൺസ്വീറ്റൻഡ് കേസിലാണ് വരിക. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഈസ് കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ? ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്തിൻ്റെ ബേസിസിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? അതിനകത്തുള്ള ഫാറ്റിൻ്റെ ബേസിസിലാണ്, ഷുഗർ കണ്ടൻ്റ് അല്ല, ഫാറ്റ് കണ്ടൻറ്റിൻ്റെ ബേസിസിലാണ്. മിൽക്ക് പൗഡർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വിച്ച് കാറ്റഗറീസ്? മിൽക്ക് പൗഡർ നമ്മൾ എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്? ഹോൾ മിൽക്ക് പൗഡർ ഉണ്ട്, സ്കിംഡ് മിൽക്ക് പൗഡർ ഉണ്ട്, അല്ലേ. കണ്ടൻസ്ഡ് മിൽക്ക് പൗഡർ അങ്ങനെ ഇല്ലല്ലോ. ഹോൾ മിൽക്കും അതുപോലെ തന്നെ സ്കിംഡ് മിൽക്ക് പൗഡറാണ്, ഓപ്ഷൻ എ ആണ്. ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ ഫുഡ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ? ഇൻഫാൻറ്റ് ന്യൂട്രീഷൻ ഫുഡ്സ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏജ് ഗ്രൂപ്പിൻ്റെ ബേസിസിലാണ്. വാട്ട് ഈസ് ദ മിനിമം മിൽക്ക് ഫാറ്റ് കണ്ടൻറ്റ് ഇൻ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്? സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് എത്രത്തോളം മിൽക്ക് ഫാറ്റ് വരാമെന്നതാണ് ക്വസ്റ്റ്യൻ. മിനിമം ആണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലിയർ ആയിട്ട് FSSAI സ്റ്റാൻഡേർഡ്സ് പ്രകാരം പഠിച്ചു എന്താണ് 8% ആണെന്ന്. ഇവിടെ ഓപ്ഷൻ 9% ആണ്, അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, 8% ആണ് കറക്റ്റ് വരിക. ഓക്കെ, ഇനി ഇത് ചോദിച്ച് കമൻറ്റ് ബോക്സിൽ ആരും മെസ്സേജ് അയക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ. അതായത് ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, അതെന്തിനാണ് വീണ്ടും ചോദിക്കുന്നത്? പറയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഓക്കെ, രണ്ടാൾക്കാരുടെ സമയം വെറുതെ എന്തിനാണ് കളയുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇനി ചോദിക്കരുത്, നമ്മൾ പഠിച്ചതാണ് കറക്റ്റ്. FSSAI സ്റ്റാൻഡേർഡ്സ് പ്രകാരം നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിലൊന്നും ഒരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. ഓക്കെ, അതാണ് കറക്റ്റായിട്ട് വരിക. വാട്ട് ഈസ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ഇവാപ്പറേറ്റഡ് മിൽക്ക് ആസ് പെർ FSSAI? നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ്. ലെസ് ദാൻ 50% ആണ് വരുന്നുള്ളത് കേട്ടോ. ഇതിലെന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അയക്കാം, വേറെ ക്വസ്റ്റ്യനിലും അയക്കാം. ഈ പറഞ്ഞിരിക്കുന്ന 9ാമത്തെ ക്വസ്റ്റ്യനിൽ അയക്കരുത്, അയച്ചാൽ ഞാൻ റിപ്ലൈ തരില്ല. ഓക്കെ, നെക്സ്റ്റ്, മിൽക്ക് പൗഡർ മസ്റ്റ് ഹാവ് എ മിനിമം പ്രോട്ടീൻ കണ്ടൻറ്റ് ഓഫ്? മിൽക്ക് പൗഡറിനകത്ത് എത്രയാണ് മിനിമം പ്രോട്ടീൻ കണ്ടൻറ്റ് വരേണ്ടത്? 34% ആണ്, അല്ലേ. നമ്മളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്താലും ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുത്താലും മിൽക്ക് പൗഡർ എടുത്താലും എല്ലാത്തിനകത്തും എത്രയാണ്? 34% ആണ് മിൽക്ക് ഫാറ്റ് വരുന്നുള്ളത്, പ്രോട്ടീൻ വരുന്നുള്ളത്. ഓക്കെയാണ്. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഇൻഫാൻറ്റ് ഫോർമുല? ഏതാണ്? മിൽക്കിനകത്തുള്ളത് തന്നെ ആയിരിക്കണം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് സോഴ്സായിട്ട് കൊടുക്കേണ്ടത്, അല്ലേ. അപ്പോൾ ഏതാണത്? ലാക്ടോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, എ കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് മാനുഫാക്ചേർഡ് ബൈ? കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നുള്ളത്? നമ്മളതിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, മിൽക്കിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ റെഡ്യൂസ്ഡ് പ്രഷറിൽ വെച്ചിട്ടാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നുള്ളത്, എന്നിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നു, അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. വിച്ച് പ്രോസസ് ഈസ് ദ കീ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇവാപ്പറേറ്റഡ് മിൽക്ക്? ഏതാണ്? വിച്ച് പ്രോസസ്സാണ് ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ പ്രോസസ്സിനകത്ത് കീ പ്രോസസ്സായിട്ട് പറയാനുള്ളത്? ഇവാപ്പറേഷൻ അണ്ടർ വാക്വം ആണ്, അല്ലേ. നമ്മൾ വാക്വത്തിൽ വെച്ചിട്ടാണ് അതിനകത്ത് ഇവാപ്പറേഷൻ ചെയ്യുന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ബ്രൗണിങ് എന്നുപോലുള്ള പ്രശ്നങ്ങൾ, ഡിഫക്റ്റ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലോ ടെമ്പറേച്ചറിൽ നമുക്കതിനെ ഇവാപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ
നമ്മളവിടെ വാക്വത്തിൽ വെച്ചിട്ട് വേണം അതിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ. അതാണ് ഇവാപ്പറേഷൻ അണ്ടർ വാക്വം. മിൽക്ക് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. മിൽക്ക് പൗഡർ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് അതിനകത്ത് വരുന്നുള്ളതാണ്. സ്പ്രേ ഡ്രൈയിങ്ങും റോളർ ഡ്രൈയിങ്ങും. ഓക്കെ, സ്പ്രേ ഡ്രൈയിങ്ങും റോളർ ഡ്രൈയിങ്ങും. ഇൻഫൻറ്റ് ഫോർമുല ഈസ് മാനുഫാക്ചേർഡ് യൂസിങ്. ഇൻഫൻറ്റ് ഫോർമുല നമ്മൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? നമ്മൾ മിൽക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് പാസ്ചറൈസേഷൻ ചെയ്യുന്നു അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്യുന്നു. അപ്പോൾ ബ്ലെൻഡിങ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് പാസ്ചറൈസേഷൻ അല്ലെ, ബ്ലെൻഡിങ് ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അയൺ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ്, വേറെ ഏതെങ്കിലും മിനറൽസ്, അതുപോലെ തന്നെ നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് പാക്കേജിങ് ഈസ് യൂസ്ഡ് ഫോർ കണ്ടൻസിങ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഇങ്ങനത്തെ പാക്കിങ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നോക്കിയേ, ടിൻ ക്യാൻസ് ഓർ ഗ്ലാസ് ജാർസ് ആണ് ഇവിടെ കറക്റ്റ് വരിക. പ്ലാസ്റ്റിക് പൗച്ചസ് അതിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. വുഡൻ ബാരൽസ്, കാർഡ്ബോർഡ് ബോക്സ് ഒന്നും യൂസ് ചെയ്യില്ല. ടിൻ ക്യാൻസും ഗ്ലാസ് ജാർസുമാണ് കറക്റ്റ്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഈസ് കോമൺലി പാക്കേജ്ഡ് ഇൻ. ഇവാപ്പറേറ്റഡ് മിൽക്ക് കോമൺ ആയിട്ട് പാക്ക് ചെയ്യുന്നത് അലൂമിനിയം ക്യാൻസിനകത്താണ്. ഗ്ലാസ് ബോട്ടിൽസിലും അത് പാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, അത് പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മൾ അലൂമിനിയം ക്യാൻസാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ്. മിൽക്ക് പൗഡർ ഈസ് ബെസ്റ്റ് സ്റ്റോർഡ് ഇൻ. മിൽക്ക് പൗഡർ കറക്റ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, പേപ്പർ ബാഗ്സ്, ക്ലോത്ത് ബാഗ്സ്, ഓപ്പൺ ജാർസ്. കറക്റ്റായിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനകത്ത്. വാട്ട് ഈസ് എ കീ റിക്വയർമെൻറ്റ് ഫോർ ഇൻഫൻറ്റ് ഫോർമുല പാക്കേജിങ്? അതിപ്പോൾ ഇൻഫൻറ്റ് ഫോർമുല അല്ലെങ്കിലും മറ്റതാണെങ്കിലും സ്റ്റെറിലിറ്റി ആണ് കീ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇൻഫൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് അത്രയും നല്ല സ്റ്റെറൈൽ കണ്ടീഷനിൽ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, പാക്ക് ചെയ്യാൻ. ഓക്കെ, സ്റ്റോറേജ്. കണ്ടൻസ്ഡ് മിൽക്ക് ഷുഡ് ബി സ്റ്റോർഡ് അറ്റ്. കണ്ടൻസ്ഡ് മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചതാണ് കറക്റ്റ്. 10 to 15 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ നോക്കിയേ, ബിലോ 10ഉം ബിലോ 0 ആണ്. പിന്നെ റൂം ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഏത് നോക്കണം? ഇവിടെ റൂം ടെമ്പറേച്ചർ നമുക്ക് കറക്റ്റ് പറയാം, പക്ഷേ ശരിക്കുള്ള ടെമ്പറേച്ചർ മറക്കരുത്. 10 to 15 ഡിഗ്രി സെൽഷ്യസിലാണ് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇവാപ്പറേറ്റഡ് മിൽക്ക് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ. ഇവാപ്പറേറ്റഡ് മിൽക്ക് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഒരു നല്ല കൂളായിട്ടുള്ള ഡ്രൈ പ്ലേസിൽ അല്ലെ, കൂളായിട്ടുള്ള ഡ്രൈ പ്ലേസ്. മിൽക്ക് പൗഡർ ഹാസ് എ ഷെൽഫ് ലൈഫ് ഓഫ്. മിൽക്ക് പൗഡറിൻ്റെ ഷെൽഫ് ലൈഫ് നമ്മൾ എത്രയാണ് പഠിച്ചത്? 1 year ആണ് പഠിച്ചത്. ഒരു 1 to 2 years അതാണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ഓക്കെ, 1 to 2 years. ഇൻഫൻറ്റ് ഫോർമുല സ്റ്റോറേജ് ഷുഡ് പ്രിവെൻറ്റ്. ഇൻഫൻറ്റ് ഫോർമുല സ്റ്റോറേജ് എന്ത് പ്രിവെൻറ്റ് ചെയ്യണം? മോയ്സ്ചർ അബ്സോർപ്ഷൻ കൊടുക്കാൻ പാടില്ല, സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവാൻ പാടില്ല, കണ്ടാമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഓൾ ഓഫ് ദി അബവ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫക്റ്റ് ഇൻ കണ്ടൻസ്ഡ് മിൽക്ക്? കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് സാധാരണ വരുന്ന ഒരു ഡിഫക്റ്റ് എന്താണ്? നമ്മുടെ ഷുഗറിൻ്റെ ക്രിസ്റ്റലൈസേഷൻ അല്ലേ. അത് നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിലൊക്കെ ഷുഗറിൻ്റെ ക്രിസ്റ്റലൈസേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ. ഇവാപ്പറേറ്റഡ് മിൽക്ക് മേ ഡെവലപ്പ് ഡിഫക്ട്സ് സച്ച് ആസ്. ഇവാപ്പറേറ്റഡ് മിൽക്കിനകത്ത് വരുന്നുള്ള ഡിഫക്ട്സ് എന്തായിരിക്കും? ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇപ്പോൾ മെയിനായിട്ടൊരു ഡിഫക്റ്റ്, ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഷുഗർ പറഞ്ഞ പോലെ ഇവിടെ മെയിനായിട്ടൊരു ഡിഫക്റ്റ് ഇല്ല. പ്രോട്ടീൻ കോയാഗുലേഷൻ നടക്കാം, സോർ ടേസ്റ്റ് നടക്കാം, ഓഫ് ഓർഡർ നടക്കാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ്. മിൽക്ക് പൗഡർ ഡിഫക്റ്റ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞിരുന്നു കേക്കിംഗ് അല്ലേ, മോയ്സ്ചർ അബ്സോർബ് ചെയ്താൽ അവിടെ കേക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അതല്ലേ നമ്മൾ പറഞ്ഞേ, ഇവിടെ കേക്കിംഗ്, ബ്രൗണിങ്, റാൻസിഡിറ്റി, ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് വരിക കേട്ടോ. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഡിഫക്റ്റ് ഇൻ ഇൻഫൻറ്റ് ഫോർമുല. ഏതാണ് മെയിനായിട്ട് വരുന്ന ക്രിട്ടിക്കൽ ഡിഫക്റ്റ്? കണ്ടാമിനേഷൻ വിത്ത് പാത്തജൻസ്. ഓക്കെ ആണ്. അടുത്ത നോക്കിയേ, വാട്ട് ഹാപ്പൻസ് ഇഫ് കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ഹൈ ഹ്യൂമിഡിറ്റി. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഹൈ ഹ്യൂമിഡിറ്റിയിൽ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെയുള്ള കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഹൈ ഹ്യൂമിഡിറ്റിയിൽ സ്റ്റോർ ചെയ്താൽ എന്ത് സംഭവിക്കുക? ഇറ്റ് റിമെയിൻസ് സ്റ്റേബിൾ, അത് വരില്ല അല്ലേ. ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ആൻഡ് സ്പോയിൽസ്, ഷുഗർ ക്രിസ്റ്റലൈസസ് ഫാസ്റ്റർ. അപ്പോൾ ഇവിടെ ബോത്ത് ബി ആൻഡ് സി ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലനേഷനും ഉണ്ട്. ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. ഇൻക്രീസിങ് മോയ്സ്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ കൂടുതൽ നടക്കും. അതുപോലെ തന്നെ ഷുഗർ ക്രിസ്റ്റലൈസേഷനും അവിടെ പെട്ടെന്ന് നടക്കും. ഓക്കെ, വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഷോസ് കൊയാഗുലേഷൻ ആഫ്റ്റർ ഹീറ്റിംഗ്. അതായത് ഹീറ്റിങ്ങിന് ശേഷം നമ്മുടെ കൊയാഗുലേറ്റഡ് മിൽക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് കൊയാഗുലേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ഷുഗർ ടു ഡിസോൾവ് ദ കൊയാഗുലേഷൻ, ഡിസ്കാർഡ് ദ പ്രൊഡക്റ്റ്, റീഹീറ്റ് ഇറ്റ്, സ്റ്റോർ ഇറ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ. റീഹീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്താൽ ആദ്യം റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്താൽ ഒരു മാറ്റം നടക്കില്ല. ഇനി റീഹീറ്റ് ചെയ്യുന്നത് അവിടെ നടക്കുന്ന പരിപാടിയല്ല.
പിന്നെ പറ്റുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൊയാഗുലേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഡിസ്കാർഡ് ചെയ്യുക എന്നതാണ് അർത്ഥം. ഈ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് സ്പോയിലേജ്, അല്ല പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ, പ്രോട്ടിയോലൈസിസിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ വീണ്ടും വെക്കുന്നതിനേക്കാളും നല്ലത് ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. If infant formula is exposed to sunlight for an extended period, what defect may occur? അതായത് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷനാണ് മെയിനായിട്ട് നടക്കുക. അത് കൂടാണ്ട് ന്യൂട്രിയൻ ഡീഗ്രഡേഷൻ കൂടി അവിടെ ഉണ്ടാവും. പിന്നെ കണ്ടാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദി അബവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സും ന്യൂട്രിയൻ ഡീഗ്രഡേഷനും നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് കൊടുക്കാം. സൺലൈറ്റ് ക്യാൻ കോസ് ഓക്സിഡേഷൻ, അല്ലെ സൺലൈറ്റിന് എന്തുണ്ടാക്കാം? ഓക്സിഡേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഗ്രേഡ് വൈറ്റമിൻസ്, അല്ലെ വൈറ്റമിൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ടാമിനേഷൻ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? സൺലൈറ്റ് ഉണ്ടെങ്കിൽ മൈക്രോബ്സിന് അവിടെ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെ പ്രൊമോട്ട് ബാക്ടീരിയൽ ഗ്രോത്ത്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദി അബവ്. വിച്ച് സ്പ്രേ ഈസ് ഡ്രൈയിങ് പ്രിഫേർഡ്? വിച്ച് സ്പ്രേ ഡ്രൈയിങ്? ഓക്കെ, വൈ ഈസ് സ്പ്രേ ഡ്രൈയിങ്? ഓക്കെ, നോട്ട് ഈസ് വിച്ച്. ഓക്കെ, വൈ ഈസ് സ്പ്രേ ഡ്രൈയിങ് പ്രിഫേർഡ് ഫോർ മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രേ ഡ്രൈയിങ് പ്രിഫർ ചെയ്യുന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫാസ്റ്റർ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ റോളർ ഡ്രൈയിങ്ങിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സ്പ്രേ ഡ്രൈയിങ് ആണ്. ഇറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്, അല്ലെ ഫാസ്റ്റർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇറ്റ് റീറ്റെയിൻസ് ന്യൂട്രിയൻസ്, ഇറ്റ് പ്രിവെൻറ്റ്സ് കേക്കിംഗ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദി അബവ് എടുക്കാം. സ്പ്രേ ഡ്രൈയിങ് എഫിഷ്യൻ്റ് ആണ്, ന്യൂട്രീഷണൽ ക്വാളിറ്റി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഫൈൻ പൗഡർ ഫോർമേഷൻ എൻഷുവർ ചെയ്യുന്നതും കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? ഓൾ ഓഫ് ദി അബവ്. വൈ ഈസ് ലാക്ടോസ് യൂസ്ഡ് ആസ് ദ പ്രൈമറി കാർബോഹൈഡ്രേറ്റ് ഇൻ ഇൻഫൻറ്റ് ഫോർമുല? എന്തുകൊണ്ടാണ് നമ്മൾ ലാക്ടോസ് ഒരു പ്രൈമറി കാർബോഹൈഡ്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്? ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് ഈസി ടു പ്രോസസ്, ഇറ്റ് മിമിക്സ് ബ്രസ്റ്റ് മിൽക്ക് കോമ്പോസിഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ആൻഡ് എയ്ഡ്സ് ഡൈജഷൻ, അല്ലേ? ഒന്നാമത് നമ്മൾ ഇൻഫൻറ്റ് ഫോർമുല, അതായത് ഇൻഫൻസിനുള്ള ഫുഡിനകത്ത് എന്താണ്, നമ്മൾ ഏതായാലും ബ്രസ്റ്റ് മിൽക്ക് കോമ്പോസിഷനാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്, അല്ലേ? അതൊരു കാരണം വരാം. പിന്നെ അതെന്താണ്? ലാക്ടോസ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, ഡൈജഷന് എയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആണ്. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനകത്ത് കാണപ്പെടുന്ന നാച്ചുറൽ ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഷുറിങ് പ്രോപ്പർ ഇൻഫൻറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വൈ ഈസ് എക്സ്പ്ലെയിൻ വൈ കണ്ടൻസ്ഡ് മിൽക്ക് ഹാസ് എ ലോങ്ങർ ഷെൽഫ് ലൈഫ് ദാൻ ഇവാപ്പറേറ്റഡ് മിൽക്ക്? ഇവാപ്പറേറ്റഡ് മിൽക്കിനേക്കാളും ഷെൽഫ് ലൈഫ് ആയിരിക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കിനകത്തുണ്ട്. എന്തുകൊണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്? അതിനകത്ത് എന്തുണ്ട്? ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഷുഗർ ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. So it has low moisture content. Sugar acts as a preservative. It is sterilized at higher temperature. ഓപ്ഷൻ സി വരില്ല, കാരണം ഇവാപ്പറേറ്റഡും ഇതും എന്താണ്, നമ്മുടെ ഹയർ ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്തതാണ്. പിന്നെ ഓപ്ഷൻ ബി വരാം, ഷുഗർ ആക്ട് ആസ് എ പ്രിസർവേറ്റീവ്. പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് ലോവർ ആണെന്നും കൂടി നമുക്ക് പറയാം. ഓക്കെ, സോ ദ കോമ്പിനേഷൻ ഓഫ് ലോ വാട്ടർ ആക്ടിവിറ്റി ആൻഡ് ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ ഇൻഹിബിറ്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത്. വാട്ട് മേക്സ് ഇൻഫൻറ്റ് ഫോർമുല പാക്കേജിങ് സ്റ്റെറൈൽ? ഇൻഫൻറ്റ് ഫോർമുല പാക്കേജിങ് സ്റ്റെറൈലായിരിക്കണം നമ്മൾ പറഞ്ഞല്ലേ. യൂസ് ഓഫ് അസെപ്റ്റിക് ടെക്നിക്സ്, അല്ലെ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്യണം. പാക്കേജിങ് എങ്ങനെയായിരിക്കണം? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം. ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് ബിഫോർ സീലിംഗ്. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറൈലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എ കസ്റ്റമർ റിപ്പോർട്ട്സ് മിൽക്ക് പൗഡർ ഹാസ് ക്ലംപ്ഡ് ടുഗദർ. വാട്ട് ഈസ് ദ ലൈക്ലി കോസ്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, ക്ലംബ് ടെക്സ്ചർ വരുന്നുണ്ടെങ്കിൽ എന്ത് കാരണമായിരിക്കും? അവിടെ മോയ്സ്ചർ എക്സ്പോഷർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൈ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അവിടെ ക്ലംബ് ഉണ്ടാവുക, അല്ലെ ക്ലംബ്സ് ഫോം ചെയ്യുക. അപ്പോൾ എന്താണ്? ബി ആണ് വരിക. മോയ്സ്ചർ അബ്സോർപ്ഷൻ ലീഡ്സ് ടു കേക്കിംഗ് ഇൻ മിൽക്ക് പൗഡർ. ഓക്കെ, മോയ്സ്ചർ അബ്സോർപ്ഷൻ ആണെങ്കിൽ എന്താണ്? കേക്കിംഗ് ഉണ്ടാവും. വൈ ഈസ് പ്രോട്ടീൻ കണ്ടൻറ്റ് ക്രൂഷ്യൽ ഇൻ മിൽക്ക് പൗഡർ ഫോർ ഇൻഫൻറ്റ്സ്? എന്തുകൊണ്ടാണ് ഈ മിൽക്ക് പൗഡർ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇറ്റ് പ്രൊവൈഡ്സ് എനർജി, ഇറ്റ് സപ്പോർട്ട് ഗ്രോത്ത് ആൻഡ് ടിഷ്യൂ റിപ്പയർ, ഇറ്റ് എൻഹാൻസസ് ടേസ്റ്റ്, ഇറ്റ് പ്രിവെൻറ്റ്സ് സ്പോയിലേജ്. അപ്പോൾ എന്തായിരിക്കും? സപ്പോർട്ട്സ് ഗ്രോത്തും ടിഷ്യൂ റിപ്പയറും ആണ്, അല്ലേ? പ്രോട്ടീൻസ് നമ്മുടെ എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഇൻഫൻസിൻ്റെ ഒക്കെ ഗ്രോത്തിന്. വാട്ട് ഹാപ്പൻസ് ഇഫ് കണ്ടൻസ്ഡ് മിൽക്ക് ഈസ് അണ്ടർ പ്രോസസ്ഡ്? കണ്ടൻസ്ഡ് മിൽക്ക് അണ്ടർ പ്രോസസ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അത് വാട്ടറി ആയിട്ട് മാറും. അങ്ങനെ വാട്ടറി ആയിട്ടുണ്ടെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ ഇൻക്രീസ് ചെയ്യും, ഷുഗർ ക്രിസ്റ്റലൈസസ് ഉണ്ടാവും, ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് നമുക്ക് പറയാം. ഹൗ ക്യാൻ ദ ഷെൽഫ് ലൈഫ് ഓഫ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ബി എക്സ്റ്റെൻഡഡ്? ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? സ്റ്റോർ അറ്റ് റൂം ടെമ്പറേച്ചർ, റെഫ്രിജറേറ്റ് ആഫ്റ്റർ ഓപ്പണിംഗ്, ആഡ് ഷുഗർ ബിഫോർ സ്റ്റോറേജ്,
ഫ്രീസ് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഏതാ കറക്റ്റ് വരിക? റെഫ്രിജറേറ്റ്. നമ്മൾ ഒരു പ്രാവശ്യം അതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. വാട്ട് ഡിഫക്റ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ മിൽക്ക് പൗഡർ വിത്ത് ഹൈ ഫാറ്റ് കണ്ടൻറ്റ്? ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണ് വരാനുള്ളത്. ഓക്കെ, റാൻസിഡിറ്റി അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയാം. വാട്ട് പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എൻഷുവേഴ്സ് മൈക്രോബിയൽ സേഫ്റ്റി ഇൻ ഇൻഫൻറ്റ് ഫോമുല? മൈക്രോബിയൽ സേഫ്റ്റി എങ്ങനെയാണ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുള്ളത്? സ്റ്റെറിലൈസേഷൻ ആയിരിക്കും അല്ലേ? സ്റ്റെറിലൈസേഷനിലൂടെയാണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. വൈ ഈസ് ഇറ്റ് നെസസറി ടു റിഡ്യൂസ് വാട്ടർ കണ്ടൻറ്റ് ഇൻ കണ്ടൻസ്ഡ് മിൽക്ക്? നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കുറക്കണം എന്ന് പറയുന്നത്? ഇംപ്രൂവ് ടേസ്റ്റ്, ഇൻക്രീസ് ഷെൽഫ് ലൈഫ്, ടു എൻഹാൻസ് ന്യൂട്രീഷണൽ വാല്യൂ, ടു റിഡ്യൂസ് പ്രോസസ്സിംഗ് ടൈം. എന്തിനു വേണ്ടിയിട്ടാണ്? ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഫോർ മിൽക്ക് പൗഡർ? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ന്യൂട്രിയൻ ലൂസ്, അതായത് ഇപ്പോൾ എയറുമായിട്ട് ഓക്സിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, മൈക്രോബ്സിൻ്റെ കണ്ടാമിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി അബവ്. ഓക്കെയാണ്. റിവിഷൻ ക്വസ്റ്റ്യൻസ്. വൈ ഷുഡ് ഇൻഫോംറ്റ് ഫോമുല നോട്ട് ബി റീഹീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്? നമ്മളൊരു ഇൻഫൻറ്റ് ഫോമുല, അത് ഇൻഫൻറ്റിന് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് അതിന് എന്ത് ചെയ്യാൻ പാടില്ല? ഹീറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ലോസസ് ന്യൂട്രിയൻസ്, ഇറ്റ് ഇൻക്രീസസ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ റിസ്ക്, ഇറ്റ് ആൾട്ടേഴ്സ് ടേസ്റ്റ് ബോത്ത് എ ആൻഡ് ബി. ഇവിടെ എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നുള്ളത്. അതാണോ കറക്റ്റ് വരിക? ഇറ്റ് ഇൻക്രീസസ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ റിസ്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ ഇവാപ്പറേറ്റഡ് മിൽക്ക്? ഇവാപ്പറേറ്റഡ് മിൽക്കിന് നമ്മൾ 10 to 15 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ സ്റ്റോർ ചെയ്യാറുള്ളത്. ഇവിടെ ആൻസർ റൂം ടെമ്പറേച്ചറാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്നത് 10 to 15 ആണ് കേട്ടോ. ഹൗ ക്യാൻ ഷുഗർ ക്രിസ്റ്റലൈസേഷൻ ഇൻ കണ്ടൻസ്ഡ് മിൽക്ക് ബി മിനിമൈസ്ഡ്? എങ്ങനെയാണ് നമുക്ക് ഷുഗർ ക്രിസ്റ്റലൈസേഷൻ കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് കുറക്കാൻ പറ്റുക? യൂസ് സ്റ്റെബിലൈസേഴ്സ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്, സ്റ്റോർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ആഡ് മോർ ഷുഗർ, റെഫ്രിജറേറ്റ് ആഫ്റ്റർ ഓപ്പണിംഗ്. നമ്മളെപ്പോഴും അതിനൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോഴാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് റോളർ ഡ്രൈയിങ് ഇൻ മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ? എന്താണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്, ഇറ്റ് ഇംപ്രൂവ്സ് ടേസ്റ്റ്, ഇറ്റ് എൻഷുവേഴ്സ് ഫൈനർ പൗഡർ, ഇറ്റ് എൻഹാൻസ് ന്യൂട്രിയൻ റിട്ടൻഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. അറ്റോമൈസേഷനെ വെച്ച് നോക്കുമ്പോൾ, സ്പ്രേ ഡ്രയറിനെ വെച്ച് നോക്കുമ്പോൾ റോളർ ഡ്രയർ ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റോളർ ഡ്രൈയിങ് യൂസ് ചെയ്യാറുണ്ട് എന്ന് മാത്രം ഇവിടുന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനൊന്നും വലിയ കാര്യമായിട്ട് വരുന്നതല്ല. വിച്ച് റെഗുലേറ്ററി അതോറിറ്റി ഗവേൺസ് മിൽക്ക് പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ? മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഇത് ആരാ ഗവൺ ചെയ്യുന്നുള്ളത്? FSSAI ആണല്ലേ. FSSAI അതിൻ്റെ ഫുൾ ഫോം എന്നൊക്കെ അറിയാലോ. പിന്നെ അതിൻ്റെ ഇയറൊക്കെ ഒന്ന് ജസ്റ്റ് പോകുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം കേട്ടോ. മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ പറയുകയാണേ. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്? എന്താണ് ശരിക്കും മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ടു ഡിറ്റർമൈൻ ദ pH, to test for microbial activity, to measure fat content, to identify protein denaturation. അതിനകത്ത് എന്താണ്? മൈക്രോബിയൽ ആക്ടിവിറ്റി, നമ്മുടെ മിൽക്കിനകത്തുള്ള മൈക്രോബിയൽ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MBRT ടെസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ആ ബാക്ടീരിയൽ ലോഡ്, നമ്മുടെ മിൽക്കിനകത്ത് എത്രത്തോളം ബാക്ടീരിയൽ ലോഡ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. അതിനകത്ത് എന്താ ചെയ്യുന്നുള്ളത്? മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നുള്ള ഡൈ എന്താണ്? റിഡ്യൂസ്ഡ് ആയിട്ട് മാറുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിഡ്യൂസ്ഡ് ആകുമ്പോൾ ഏത് കോമ്പൗണ്ടാണ് വരുന്നുള്ളത്, അതിൻ്റെ കളർ എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, മറന്നു പോകരുതേ. വാട്ട് കോസസ് ദ റിഡക്ഷൻ ഓഫ് മെത്തിലീൻ ബ്ലൂ ഡൈ ഇൻ ടെസ്റ്റ്? എന്താണ് റിഡക്ഷൻ? എന്തുകൊണ്ടാണ് റിഡക്ഷൻ നടക്കുന്നത്? ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്, മൈക്രോബിയൽ മെറ്റബോളിക് ആക്ടിവിറ്റി, പ്രസൻസ് ഓഫ് ഫാറ്റ്സ്, ലോ pH ലെവൽസ്. അവിടെ മൈക്രോബ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് ഈ മെത്തിലീൻ ബ്ലൂ മെത്തിലീൻ ബ്ലൂ ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അതെന്താവും? കളർലെസ് ആയിട്ട് മാറും. അപ്പോൾ മൈക്രോബിയൽ ആക്ടിവിറ്റിയാണ് മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറയാം. ബാക്ടീരിയ ഇൻ മിൽക്ക് കൺസ്യൂം ഓക്സിജൻ ലീഡിങ് ടു ഡൈ റിഡക്ഷൻ ആൻഡ് ഡീകളറൈസേഷൻ. അപ്പോൾ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അങ്ങനെ ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയും. ആ ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയുമ്പോൾ ഈ മെത്തിലീൻ ബ്ലൂ എന്തായിട്ട് മാറും? റിഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറും. അപ്പോൾ അവിടെ കളറിൽ ചേഞ്ച് വരും. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് MBRT? MBRTൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്?
റിഡക്ഷൻ ഓഫ് ഡൈ ബൈ മൈക്രോബിയൽ റെസ്പിറേഷൻ അല്ലേ, ഡൈൻ്റെ റിഡക്ഷൻ ആണ് മെയിനായിട്ട് നടക്കുന്നത്. MBRT is based on the ability of the microorganisms to reduce methylene blue dye under anaerobic condition. Okay. What is indicated if the methylene blue color disappears quickly? പെട്ടെന്ന് അത് എന്താണ് ഡിസപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് അത്രത്തോളം മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ ഉണ്ട് എന്നല്ലേ. പിന്നെ ഇനി വളരെ പതുക്കെയാണെങ്കിലോ അവിടെ നല്ല മിൽക്കാണ്, അതിനകത്ത് മൈക്രോബിയൽ ലോഡില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഓർമ്മയുണ്ടോ? 5 ഒക്കെ ആണെങ്കിൽ വെരി ഗുഡാണ്, ഒരു 3 to 4 ആണെങ്കിൽ 5 or above ആണെങ്കിൽ വെരി ഗുഡ്, അതായത് 5 hour or above ആണെങ്കിൽ 5 മണിക്കൂറിൽ കൂടുതലൊക്കെ ആണെങ്കിൽ വെരി ഗുഡാണ്. പിന്നെ ഒരു 3 to 4 ഒക്കെ ആകുമ്പോൾ ഗുഡ്, പിന്നെ 1 to 2 ഒക്കെ ആകുമ്പോൾ ഫെയർ, പിന്നെ പുവർ അല്ലേ. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഫാസ്റ്റർ ഡീകളറൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ഗ്രേറ്റർ മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് പുവർ മിൽക്ക് ക്വാളിറ്റി. മിൽക്ക് ക്വാളിറ്റി കുറവായിരിക്കും പെട്ടെന്ന് ഡീകളറൈസേഷൻ നടന്നാൽ. വാട്ട് ഈസ് ദ ആക്സെപ്റ്റബിൾ റിഡക്ഷൻ ടൈം ഫോർ മിൽക്ക് ടു ബി കൺസിഡേർഡ് ഫോർ ഗുഡ് ക്വാളിറ്റി? ഗുഡ് ക്വാളിറ്റി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 hours or more ഒക്കെ ആണെങ്കിൽ നമ്മൾ വെരി ഗുഡ് എന്നാണ് പറയുകയാണ്. അതുതന്നെയായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, 6 hours or more ആണ് ഗുഡ് ക്വാളിറ്റി നമ്മൾ പറയാം. ഓക്കെ, വെരി ഗുഡ്, ഗുഡ്, പുവർ, ഫെയർ ആ ഒരു ടേബിൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു തോന്നുന്നു, ഇല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്യണേ. പിന്നെ അതായത് 6 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഈ ഡീകളറൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ മിൽക്ക് ഗുഡ് എന്നല്ലേ അർത്ഥം. ഇപ്പോൾ ഇവിടെ ഗുഡ് ക്വാളിറ്റി എന്നാണ് ചോദിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ വെരി ഗുഡ് ക്വാളിറ്റി എന്ന് പറയില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ 6 hours or more വന്നത് കേട്ടോ. വിച്ച് ഫാക്ടർ ക്യാൻ എഫക്റ്റ് MBRT റിസൾട്ട്സ്? ഏതൊക്കെ ഫാക്ടറിന് എന്താണ് നമ്മുടെ MBRT റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ഓഫ് ദ മിൽക്ക്, ഇനീഷ്യൽ മൈക്രോബിയൽ ലോഡ്, മിൽക്ക് സ്റ്റോറേജ് കണ്ടീഷൻസ് അല്ലേ. ഈ ഫാക്ടറിനൊക്കെ നമ്മുടെ MBRT റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാം അല്ലേ. എന്താണ് നമ്മുടെ ഈ റിസൾട്ട്സിൽ എന്തെങ്കിലും എന്താണ് നമ്മുടെ നമ്മുടെ മിൽക്കിനകത്ത് ഇനീഷ്യലി മൈക്രോബിയൽ ലോഡ് ഉണ്ടെങ്കിലും ഈ ടെസ്റ്റ് റിസൾട്ടിന് അവിടെ എന്താണ് നമുക്ക് കിട്ടുന്നുള്ള കൺക്ലൂഷനിൽ തെറ്റ് വരാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആ വേർഡാണ് ഞാൻ തപ്പിയത്, ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ MBRT വെൻ റിഡക്ഷൻ ഒക്കേഴ്സ്? ബ്ലൂ കളർ, മെത്തിലിൻ ബ്ലൂ കളറാണ്, അതിൽ നിന്ന് കളർലെസ് ആയിട്ടാണ് അത് മാറുന്നത്. ഓക്കെ, പിന്നെ വൈ ഈസ് മെത്തിലിൻ ബ്ലൂ ഡൈ യൂസ്ഡ് ഇൻ ദിസ് ടെസ്റ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തിലിൻ ബ്ലൂ ഡൈ എന്ന് യൂസ് ചെയ്യുന്നത്? വേറെ എത്ര ഡൈ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് അത്? ഓക്സിജൻ റിഡക്ഷന് സെൻസിറ്റീവാണ്. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഓക്സിജൻ റിഡക്ഷൻ. സോ മെത്തിലിൻ ബ്ലൂ എന്താണ്? ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മെത്തിലിൻ ബ്ലൂ തന്നെ യൂസ് ചെയ്തത്. വാട്ട് ഡസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡീകളറൈസേഷൻ ഇൻ MBRT ഇൻഡിക്കേറ്റ്? അതായത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡീകളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റിയും ഇല്ല അല്ലേ. ആ കളറ് എന്താണ്? കളർലെസ് ആവുന്നില്ല, മിൽക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ബ്ലൂ കളർ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? MBRT അതിനർത്ഥം എന്താണ്? അവിടെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ദ MBRT? അത് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളിങ്ങനെ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നോക്കിയിരിക്കണം. നല്ല മിൽക്കാണെങ്കിൽ അല്ലേ, പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് റിഡക്ഷൻ നടന്നാൽ ഓക്കെയാണ്. നല്ല മൈക്രോബിയൽ ലോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം അത് കാത്തിരിക്കണ്ടേ. പിന്നെ അൺസ്യൂട്ടബിൾ ഫോർ പാസ്ചറൈസ്ഡ് മിൽക്ക്. പാസ്ചറൈസ് ഒക്കെ ചെയ്തിരിക്കുന്ന മിൽക്കാണെങ്കിൽ അതിനകത്ത് മൈക്രോബ്സ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പിന്നെ അതിന് അൺസ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഐഡൻറ്റിഫൈ സ്പെസിഫിക് ബാക്ടീരിയ. അതിനകത്ത് എന്തൊക്കെയോ മൈക്രോബ്സ് ഉണ്ട് എന്നല്ലാണ്ട് ഏത് ബാക്ടീരിയ ആണ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MBRTൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നുള്ളത്. ഫുഡ് ടെക്നോളജീൻ്റെ MCQ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഓരോ ഓർഡറിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ടെക്നോളജി ലാസ്റ്റിലോട്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് കുറച്ച് ടോപ്പിക്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട്. ഓക്കെ, സോ താങ്ക് യു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യണേ.